ഈ പെട്ടിയുടെ മൊത്തത്തിൽ ഭാരം എന്ന് പറയുന്നത് 4.895 kg ആണ്. ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. തുറന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ നിങ്ങൾ നോക്കാനാണെങ്കിൽ അതെ ഇവിടെ ജിമ്മിന്ന് കൊടുത്തിട്ടുണ്ട്. ഹേ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ഓൾഡ് ജിമ്മിനി വാങ്ങിച്ചിട്ടുണ്ട്. പണ്ട് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഇറക്കിയ ഒരു ജിമ്മിനി ഉണ്ട്. ആ ഒരു ജിമ്മിനിയുടെ ഒരു RC മോഡലാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. സോ ഈ ഒരു വട്ടവും ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ നിന്നാണ്. യൂക്ലിക്കിൻ്റെ പേജിൽ നിന്ന് നിങ്ങൾക്ക് RC കാർസ് ഒക്കെ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ നമ്പർ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുപോലെ നോയൽ 500 തന്നെ ഈ കാണുന്ന കോഡ് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അതുപോലെ ഞാൻ പിന്നെയും പറയാറുള്ള സംഭവമാണ്, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരുപാട് പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഏത് പ്രോഡക്റ്റ്സ് വാങ്ങണം എന്നുള്ളത് കമൻറ്റ് അടിച്ചോളട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് നമ്മുടെ വണ്ടി കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. സോ എടുത്തിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യാം. ഗൈസ്, ഇതാണ് നമ്മുടെ 1:6 സ്കെയിലിൽ വരുന്ന നമ്മുടെ ജിമ്നി എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് എൻ്റെ കയ്യിലുള്ള ഒരു ചെറിയൊരു ജിമ്നി. ഇതൊരു RC കാറാണ്, പക്ഷേ ഒരു ഡൈകാസ്റ്റ് മോഡൽ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒരു പുതിയ മോഡൽ ജിമ്നിയാണ്. പക്ഷെ നമ്മൾ ഈ വട്ടം വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ജിമ്നി ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ മോഡലാണ്. ഏകദേശം ഒരു 3-4 മോഡൽസ് ഒക്കെ ഉണ്ട് ഈ ജിമ്നിക്ക്. ഇതാണ് ഇപ്പോഴത്തെ കറൻ്റ്ലി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ജിമ്നി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ഏറ്റവും തുടക്കത്തിലുള്ള ഒരു 1950 കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ജിമ്നിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടിനെ വേണ്ടി നോക്കാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു വലിയൊരു പെട്ടിയിലാണ് നമ്മൾ ഐറ്റം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കാണുന്ന ടേബിളിൻ്റെ അത്ര തന്നെ വലിപ്പമുണ്ട് ഈ കാണുന്ന പെട്ടിക്ക്. അതുപോലെ തന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ 1:6 ജിമ്മിന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് എത്രാമത്തെ നമ്പറാന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മെയ്ഡ് ഇൻ ചൈന എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പെട്ടിയുടെ മൊത്തത്തിൽ ഭാരം എന്ന് പറയുന്നത് 4.895 kg ആണ്. ഗൈസ്, അത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വണ്ടീനെ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. തുറന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ 1:6 സ്കെയിൽ ജിമ്മിന്ന് കൊടുത്തിട്ടുണ്ട്. FMSൻ്റെ ആണ് ഐറ്റം. ഇതാണ് മോഡല്. സോ പുറത്തേക്ക് എടുക്കാം ഗൈസ്. വാവ്, ഇവനാണ് നമ്മുടെ ഐറ്റം. നമ്മുടെ യൂക്ലിക്കിൻ്റെ പേജിൽ ഈ ക്രൗളേഴ്സിൻ്റെ സെക്ഷനിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും നമ്മുടെ FMSൻ്റെ ഇതാണ് നമ്മുടെ ഐറ്റം. പക്ഷേ ഇവിടെ 42,000 രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും റേറ്റ് വരുന്നില്ല. നമ്മുടെ വണ്ടിക്ക് നമ്മുടെ യൂക്ലിക്കിന് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ 28,000 രൂപ മാത്രം കൊടുത്താൽ മതി വിത്ത് ബാറ്ററി. നിങ്ങൾക്ക് ബാറ്ററി ആവശ്യമില്ലെങ്കിൽ 25,000 രൂപ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടി മേടിക്കാൻ പറ്റുന്നതാണ്. സോ ഞാൻ പറഞ്ഞ പോലെ ഈ കാണുന്ന വണ്ടി നിങ്ങൾക്ക് ഒരു 28,000 അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് കിട്ടണമെങ്കിൽ, 25,000 എന്ന് പറഞ്ഞത് വിത്തൗട്ട് ബാറ്ററിയാണ്. വിത്ത് ബാറ്ററി ആണെങ്കിൽ 28,000 നമുക്കിത് സെല് ചെയ്യാൻ പറ്റുന്നത്. സോ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. വെബ്സൈറ്റ് ത്രൂ മേടിച്ചിട്ട് കാര്യമില്ല. ഡയറക്റ്റ് താഴത്തെ നമ്പർ കൊടുത്തേക്കാം. അതിന് മേടിക്കുകയാണെങ്കിൽ 28,000 വിത്ത് ബാറ്ററി ആയിട്ട് ഈ റേറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ബാറ്ററിയാണ് ഈ കാണുന്നു പറയുന്നത്. സോ നിങ്ങൾക്കും ഇതിൻ്റെ കൂടെ ഇതേപോലത്തെ ഒരു ബാറ്ററി തന്നെ കിട്ടുക. സോ നമ്മുടെ പെട്ടിയുടെ വില നോക്കാനാണെങ്കിൽ ഇവിടെ 1:6 സ്കെയിൽ ജിമ്മിന്ന് കൊടുത്തിട്ടുണ്ട്, FMS കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പിടിക്കണ ഭാഗത്തും ഇവിടെ FMS കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. അതേപോലെ സൈഡിലേക്ക് നോക്കാനാണെങ്കിൽ ഇതാണ് നമ്മുടെ ഐറ്റം. നിങ്ങൾക്ക് അതല്ല ഈ കാണുന്നൊരു ജിമ്മിനി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യൂക്ലിക്കിൻ്റെ കയ്യിൽ ഐറ്റം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കി മേടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ സുസുക്കിയുടെ ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് ആണ്. സോ ജസ്റ്റ് എടുക്കാം. ഓക്കെ, ഗൈസ്, ഇതേപോലത്തെ ഒരു പെട്ടിയിലേക്കാണ് നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നത്. സോ നിങ്ങൾ നോക്കാനാണെങ്കിൽ ഇവിടെ ജിമ്മിന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ FMS കൊടുത്തിട്ടുണ്ട്. ബാഡ്ജിങ് ഉണ്ട്. സോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാവ് ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. എൻ്റെ മോനെ ഒരു കിടിലൻ ക്വാളിറ്റി ഐറ്റം. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ആക്സസറീസ് ആണ്, ഇത് മാറ്റാം. ഇതാണ് ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ വന്നിരിക്കുന്നത്. കണ്ടോ, 1:6 ജിമ്മിന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം, അതേപോലെ തന്നെ ഇതിലെന്തെങ്കിലും പാർട്സിന് മിസ്സിങ് വന്നാൽ എന്തൊക്കെ ചെയ്യാമെന്നൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഗൈഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. ഗൈസ്, അത്യാവശ്യം വലിയൊരു റിമോട്ട് കൺട്രോളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിവിടെ ഓപ്പൺ ചെയ്താലാണ് നമുക്കിത് ഫുള്ളി എന്താ പറയുക നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഗൈസ്, അപ്പോൾ പുറത്തേക്ക് എടുക്കാൻ സമയമായിട്ടുണ്ട്. എൻ്റെ മുന്നേ ഗൈസ്, നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ടയർ ഇട്ടിട്ടുണ്ട്. ഇത് ടയർ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ പിടിപ്പിക്കാൻ പറ്റുന്നതാണ്. ഗൈസ്, ഫൈനലി നമ്മുടെ ഐറ്റം നമ്മുടെ കയ്യിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഏരിയ നല്ല വെയിറ്റ് ആണ്, കാരണം മോട്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ആ ഒരു ഭാഗത്താണ്. പിന്നെ 4x4 ഐറ്റം ആണ്. ഇതിൻ്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം. അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഒരു RC ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൈകാസ്റ്റ് പോലെ നിങ്ങൾക്ക് ഇത് മേടിച്ച് എന്താ പറയുക ഒരു ഡൈകാസ്റ്റ് പോലെ നിങ്ങൾക്ക് ഒരു ഷോറൂമിൽ മറ്റേ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഗൈസ്, ഇവനാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. ഇതാണ് ഓൾഡ് ജിമ്നി. നമ്മുടെ ഇത് സ്റ്റിയറിംഗ് ഒക്കെ വർക്കിംഗ് ആണ്. അതേപോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇവിടെ നമുക്കൊരു ബാഡ്ജിങ് കാണാൻ പറ്റും നമ്മുടെ സുസുക്കിയുടെ. അതേപോലെ തന്നെ ഇവിടെ മീറ്റർ കാര്യങ്ങൾ, അതേപോലെ തന്നെ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, ഗിയേഴ്സൊക്കെ നോക്കിയേ 4x4 ഗിയേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റൊക്കെ അത്യാവശ്യം കുഷനിങ് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. സംഭവം എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങളിങ്ങനെ കാണുമ്പോൾ വലിപ്പില്ല വിചാരിക്കും, പക്ഷെ നല്ല വലിപ്പമുണ്ട്.
അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വരാനാണെങ്കിൽ ദേ ഇവിടെ ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. ഇവിടെ ജിമ്മിൽ നിന്നൊക്കെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടറും കാര്യങ്ങളും നമുക്ക് ബാറ്ററി ഒക്കെ വെക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തേക്ക് വരാനാണെങ്കിൽ ഗൈസ് ഇതാണ് എൻ്റെ അടിഭാഗം എന്ന് പറയുന്നത്. മെറ്റൽ ഫ്രെയിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. 4x4 ഹൈറ്റാണ് എൻ്റെ പിന്നെ. പിന്നെ ടയേഴ്സൊക്കെ നോക്കിയേ, അത്യാവശ്യം നല്ല ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്കൊരു സ്പ്രിങ് ആക്ഷൻ അല്ല വന്നിരിക്കുന്നത്. ഷോക്കപ്പ് ഇതൊരു വേണ്ട ഈ ഒരു മോഡലാണ് ഇതിൻ്റെ എന്താ പറയുക ഷോക്കപ്പും കാര്യങ്ങളും വന്നിരിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റൈറ്റാണ്. ഇത് നമുക്ക് ഇതുപോലെ വെക്കണമെങ്കിൽ ഇതുപോലെ വെക്കാം, അല്ലെങ്കിൽ മടക്കി വെക്കണമെങ്കിൽ മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലുക്ക് കണ്ട മോനെ. ഇനി ഈ ടയർ നിങ്ങൾക്ക് ബാക്കിൽ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതെ ഇവിടെ ഇട്ടണമെങ്കിൽ അവിടെ കിടന്നോളൂ. പിന്നെ ഗൈസ് ഇതാണ് നമ്മുടെ ബാറ്ററി എന്ന് പറഞ്ഞു. ഈ ബാറ്ററി കണക്ട് ചെയ്യേണ്ടതാണ്ടാ. ഇതെടുത്തിട്ട് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതാണ് ഓണാക്കാനുള്ള സ്വിച്ച്. ജസ്റ്റ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം കണ്ട ഇവിടെ വർക്കിംഗ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റിമോട്ട് കൺട്രോളിൽ ബാറ്ററി ഇട്ട് കൊടുക്കണം. ഇതുപോലത്തെ ബാറ്ററീസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഗൈസ് അപ്പോൾ ഫൈനലി നമ്മുടെ റിമോട്ട് ഓണാക്കാൻ പോവാണ്. ഓണാക്കിയിട്ടുണ്ട്. ഓണാക്കുമ്പോൾ എൻ്റെ പൊന്നെ സോ നമ്മുടെ റിമോട്ടിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന സ്റ്റിയറിംഗ് നോക്കിയോ കണ്ട അതും വർക്കാവണ കാണാൻ പറ്റും. സംഭവം എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ കുറച്ച് ഓടിച്ചു നോക്കാം. ഗൈസ് ഫൈനലി നമ്മുടെ ഐറ്റം ഇവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്പീഡ് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. അത്യാവശ്യം സ്പീഡിൽ നമ്മുടെ ഐറ്റം പോകുന്നുണ്ട്. ഡ്രാഗ് ബ്രേക്കാണ് അടിപൊളി കണ്ടാ. തൊടുമ്പിക്കും സഡൻ ഇട്ട പോലെ ബ്രേക്ക് പിടിച്ച് നിർത്തുന്നത്. സംഭവം എന്തായാലും അടിപൊളിയാണ്. പിന്നെ ഇതിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് തിരിക്കുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നുമില്ല. ആ ഫ്രണ്ടിൽ കാണുന്ന ലൈറ്റ് മാത്രമാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഗൈസ് അപ്പോൾ സംഭവം എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്യാവശ്യം ഫാസ്റ്റിൽ നമുക്ക് ഓടിക്കാം. കൊടുക്കുന്ന ലുക്കാണ്. പിന്നെ അത് അത്രയ്ക്കും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള ബ്രോങ്കോ ഒക്കെ ഉണ്ടല്ലോ 1:10 അതുപോലെ 1:8 ഒക്കെ, അത് പറയുമ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. ഭയങ്കരമായിട്ടുള്ള കുന്നും മലയൊക്കെ കയറാനായിട്ട് മറ്റേതിന് പറ്റും. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇത് നമുക്കൊരു കളക്റ്റബിൾ ഐറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലായിട്ടാണ്. നിങ്ങൾക്കൊരു കളക്ട് ചെയ്തിട്ട് വെക്കാനും അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിലിങ്ങും അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഐറ്റാണ് ഈ കാണുന്ന ജിംനി എന്ന് പറയുന്നത്. ഗൈസ് അപ്പോൾ ഈ കാണുന്ന വണ്ടീനെ നമുക്ക് ഇതാണ് സ്ലോ സ്പീഡ്. ഇതിൽ പ്രത്യേകിച്ച് സ്പീഡ് കൺട്രോളിങ് അങ്ങനെയൊന്നുമില്ല. നമുക്കിതിൽ ഓപ്ഷൻസ് ഉണ്ട്. വണ്ടി ഈ കാണുന്ന ചരലിൻ്റെ മേലെ കൂടെ കയറിപ്പോ നോക്കാം. നമ്മുടെ വണ്ടി കയറുമെന്നറിയില്ല. കയറുണ്ട്. ഓൺ ക്ലിയറൻസ് ഇല്ലാത്ത കാരണം നല്ല പോലെ അടി തട്ടും. സംഭവം എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വരോ നോക്കിയേ, എൻ്റെ മോനെ സീൻ. ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. സംഭവം അടിപൊളിയാണ്. ഒരു കളക്റ്റബിൾ ആയിട്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട്. പിന്നെ എന്താ പറയുക, നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല സ്പീഡിൽ ഓടിക്കാം. ക്രൗളിങ്ങിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചാൽ അത്രയ്ക്കില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ക്രൗൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു, ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ യൂക്ലിനെ കോൺടാക്ട് ചെയ്യുക. താഴത്തെ നമ്പറും കാര്യം കൊടുത്തിട്ടുണ്ട്.